അപ്പൊ ഇത് നമ്മുടെ ഈ ഒരു സംരംഭത്തിലെ ഒരാളല്ലേ, ഒരു വ്യക്തിയാണ്. ഇപ്പൊ ആളുടെ പേരെന്താ? ഹരികൃഷ്ണൻ. ഹരികൃഷ്ണൻ. എവിടെ? കുന്നയൂർ. കുന്നരൂല. ആ, വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛൻ, അമ്മ, മോള്, അമ്മമ്മയില്ലേ? ഒരു അമ്മമ്മയുണ്ട്. അമ്മമ്മയുണ്ട്. അമ്മമ്മ മിസ്സായിപ്പോയല്ലേ? നമ്മള് 15 കുട്ടികളെ റെഡി ആക്കിയിട്ട് അടുത്ത പ്രാവശ്യത്തിന് മുമ്പ് തുടങ്ങും. ഒരു ട്രൂപ്പ് തുടങ്ങും. എല്ലാ പരിപാടിക്കും പോകും. ഗംഭീരായിട്ട് നമ്മൾ ഒരു വരുമാനം ഉണ്ടാക്കും അല്ലേ? ഇത് പ്രതീക്ഷ ബഡ്സ് സ്കൂൾ, കണ്ണൂർ ജില്ലയിൽ രാമന്തളിയിലാണ് ഈ സ്കൂളുള്ളത്. അപ്പോൾ ഇവിടുത്തെ ടീച്ചറും ഭിന്നശേഷിയുള്ള കുട്ടികളും കൂടിയിട്ട് തുടങ്ങിയ ഒരു സംരംഭം കേട്ട് വൈറലായിട്ട് ഇപ്പോൾ നിൽക്കുന്ന സംരംഭമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ഇവർ ചെയ്യുന്നത് നമുക്കറിയണ്ടേ. അപ്പോൾ ഇത് നമ്മുടെ പ്രിൻസിപ്പളാണ് സ്കൂളിൻ്റെ. മാഡത്തിൻ്റെ പേരെന്താ? സിമി. സിമി പി വി. എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്, എന്താണ് ചെയ്യുന്നതെന്ന് പറയും. ഇവിടെ ഇപ്പോൾ നമ്മുടെ ബഡ്സ് സ്കൂളിന്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നോട്ട് ബുക്ക് നിർമ്മാണ യൂണിറ്റ് നമ്മൾ ആരംഭിച്ചത്. ഇപ്പോൾ കഴിഞ്ഞ വർഷമാണ് ഇതിന്റെ ഈ യൂണിറ്റിന്റെ ഉദ്ഘാടനം നടത്തിയത്. നമ്മുടെ ബഹുമാനപ്പെട്ട MLA മധുവേട്ടനാണ് ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ 6 മാസമായിട്ട് 2 രക്ഷിതാക്കളും 5 കുട്ടികളും കൂടിയാണ് ഈ നോട്ട് ബുക്കിന്റെ നിർമ്മാണം നടത്തി വരുന്നത്. ആദ്യം നമുക്ക് ഭയങ്കര ഒരു ആശങ്കയുണ്ടായിരുന്നു നമ്മളെ കുട്ടികൾ എങ്ങനെ ഇതിനോട് പ്രതികരിക്കുന്നുള്ളത്. എന്നാൽ ഒരു 2-3 മാസം കഴിയുമ്പോഴേക്കും വളരെ നല്ല രീതിയിൽ അവർ ആ ഓരോരു പ്രൊസീജിയർ പഠിക്കുകയും പേപ്പർ മടക്കാനായാലും എടുക്കാനായാലും രക്ഷിതാക്കൾക്ക് നല്ലൊരു സഹായം കൂടിയായിട്ട് അവർ നല്ല രീതിയിൽ ഒരു ടീം വർക്കായിട്ട് ഇവിടെ നോട്ട് ബുക്ക് ഉൽപാദനം നന്നായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കുട്ടികളെ എല്ലാവരും ഇതില് ഉണ്ടോ, അതോ കുറച്ച് കുട്ടികൾ മാത്രം ചെയ്യുന്നതാണോ? ഇതിപ്പം ഈ യൂണിറ്റിലേക്ക് 5 കുട്ടികൾ മാത്രമേ ഉള്ളൂ. 5 കുട്ടികൾ. ഇതിനാണ് ഇതിലേക്ക് ഈ ആശയം വന്നത്, ഇങ്ങനെ ഒരു ആശയം ബുക്ക് ഉണ്ടാക്കുക എന്നുള്ള ഒരു. അത് നമുക്കെന്ന് പറഞ്ഞാല് നമ്മുടെ കുട്ടികൾ ഇപ്പൊ നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം 56 കുട്ടികളാണ് ഉള്ളത്. അതിൽ 33 കുട്ടികളും 18 വയസ്സിന് മേലെയുള്ള കുട്ടികളാണ്. അപ്പോൾ ഈ കുട്ടികളെ നമ്മൾ ഡെയിലി വന്ന് നമുക്കിവിടെ ഇവർക്കുള്ള കരിക്കുലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എപ്പോഴും വന്ന് അവർ പഠിച്ചിട്ട് പോവാന്നുള്ളതല്ലാതെ കുട്ടികൾ എന്തെങ്കിലും അവർക്കൊരു വരുമാനം, നിത്യ വരുമാനം എന്നുള്ള രീതിയിൽ അവർക്കൊരു തുക കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് കാലത്ത് നമ്മൾ സ്വപ്ന സാക്ഷാത്കാരം കൂടിയാണ് ഈ ഒരു നോട്ട് ബുക്ക് നിർമ്മാണ യൂണിറ്റ്. അപ്പോൾ ഇപ്പൊ എങ്ങനെ ഇപ്പോ നമ്മുടെ ഈ ഒരു സംരംഭം ഇപ്പൊ എങ്ങനെ നിലവിൽ പോകുന്നു? വളരെ ഈ ഒരു ക്യാമ്പയിൻ പ്രതീക്ഷയുടെ ചിറകുകൾ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ക്യാമ്പയിൻ ഇപ്പൊ സംഘടിപ്പിച്ച് പിന്നെ നമ്മളെ തന്നെ ഞെട്ടിപ്പിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിലാണ് വിപണനം നടക്കുന്നത്. ഇപ്പൊ ഇവിടെ ഒരു 2500ഓളം ബുക്കുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം ബുക്കുകളൊക്കെ നമുക്ക് ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പൊ നമ്മൾ ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ 100 ബുക്ക് വരെ ഉണ്ടാക്കുന്നുണ്ട്. അത് ഉണ്ടാക്കിയതുപോലെ തന്നെ നല്ല രീതിയിൽ സെയിൽ നടന്നിട്ട് വരുന്നു. അത്ര നമ്മുടെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. അപ്പൊ ഈ ക്യാമ്പയിൻ ആരൊക്കെയാണ് നടത്തിയത്, എങ്ങനെയാണ് ക്യാമ്പയിന്റെ ഒരു കാരണം നമ്മളിത് സെയിലില്ല, ബുക്ക് സെയിലില്ല എന്ന് പറഞ്ഞ സ്ഥിതിയിൽ ഇപ്പൊ മാറി നല്ല രീതിയിൽ സെയിൽ നടക്കണം. അപ്പൊ ക്യാമ്പയിന് ഭാഗമായിട്ട് ആരൊക്കെയാണ് വർക്ക് ചെയ്തത്? ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ 6 മാസമായി നോട്ട് ബുക്ക് നിർമ്മാണം തുടങ്ങിയിട്ട്. അപ്പൊ നമുക്ക് കാര്യമായിട്ട് ഒരു വിപണനം കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെ ആലോചിക്കുമ്പോഴാണ് മോർ NGO അതുപോലെ രാമന്തളി ഗ്രാമപഞ്ചായത്തും പ്രതീക്ഷ ബഡ്സ് സ്കൂളും സംയുക്തമായി ചേർന്നുകൊണ്ടാണ് പ്രതീക്ഷയുടെ ചിറകുകൾ എന്ന പേരിലുള്ള ഈ ഒരു ക്യാമ്പയിൻ നമ്മൾ സംഘടിപ്പിച്ചത്. ആ ക്യാമ്പയിനിൽ തന്നെ നമ്മൾ ഏകദേശം എല്ലാ ആൾക്കാരെയും നാട്ടിലെയും മറ്റ് വ്യാപാരി വ്യവസായ സമിതി അവരൊക്കെ അറിയിച്ച് വളരെ നല്ല രീതിയിൽ ഇപ്പൊ നമ്മളിപ്പം പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഷൈമ മാഡാണ് ഉദ്ഘാടനം നടത്തിയത്. അതിന് മുഖ്യാതിഥിയായിട്ട് വന്നത് നമ്മുടെ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ M സുദ്ദിസ് സാറാണ്. സാറിന്റെ നമ്മുടെ ഈ ഒരു ബഡ്സിന്റെ ഈ പ്രൊജക്ട് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ കുടുംബശ്രീയുടെ ഫണ്ടാണ്. അത് ഉപയോഗിച്ചിട്ടാണ് ഈ നോട്ട് ബുക്ക് സംരംഭം നമ്മൾ ഇത്രയും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മാഡം, ഇപ്പോ നമ്മൾ ഇവിടെ മെഷീനറീസ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്നു, എന്തൊക്കെയാണ് വെച്ചിട്ടാണ് ചെയ്യുന്നത്? ഇപ്പൊ നമ്മൾ പ്രധാനമായിട്ട് കട്ടിംഗ് മെഷീനാണ്. ഇത് കട്ടിംഗ് മെഷീൻ, ലേസർ കട്ടിംഗ് അല്ലേ? ലേസർ കട്ടിംഗ് മെഷീൻ, അതുപോലെ തന്നെ ബൈൻഡിങ് മെഷീൻ. ബൈൻഡിങ് മെഷീൻ നമ്മൾ ഈ കാണുന്നു. ബൈൻഡിങ് മെഷീൻ, അതുപോലെ തന്നെ ഇത് സ്റ്റാപ്ലറിന്റെ മെഷീനാണ്. ബുക്ക് സ്റ്റാപ്ലർ. അപ്പൊ ഇതിന്റെ മെറ്റീരിയൽസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? ഇതിപ്പോ നമ്മള് ഈ മെഷീൻ നമ്മൾ കൊണ്ടുവന്നത് എറണാകുളം ബേസ് ആയിട്ടാണ് കൊണ്ടുവന്നത്. ചട്ട നമ്മൾ തമിഴ്നാട്ടിൽ നിന്നാണ് അടിച്ചത്. എറണാകുളത്ത് തന്നെ നമ്മളിപ്പോ ഇതും കൊണ്ടുവരുന്നു, പേപ്പറും കൊണ്ട്. അപ്പൊ ഇതിപ്പോ കുറച്ചുകൂടി ട്രെൻഡിങ് ആയിട്ട് ഇപ്പോ ആൾക്കാർ ഫോട്ടോ ഒക്കെ വെച്ചിട്ടൊക്കെ അടിക്കുന്നത്. അപ്പൊ ഇനി ഇത് കുറച്ചുകൂടി വിപുലീകരിച്ച്
പുതിയ രീതിയിലേക്ക് പ്ലാൻ ഉണ്ടോ? ഉറപ്പായിട്ടും ഉണ്ട്. കാരണം ഇപ്രാവശ്യം നമ്മൾ ഈ വിപണനവുമായിട്ട് ബന്ധപ്പെട്ട് നേരിടുന്ന ഏറ്റവും പ്രതിസന്ധി എന്ന് പറഞ്ഞാല് എല്ലാ തരത്തിലുള്ള ബുക്കുകളും ഇല്ല എന്നുള്ളതാണ്. കാരണം അവരെ വിളിച്ചിട്ട് അവർ ആവശ്യക്കാർ ചോദിക്കുന്നത് പിന്നെ 100 പേജ് 200 പേജ് ചെറിയ ബുക്ക് കോപ്പി ഉണ്ടോന്നൊക്കെയാ. അപ്പൊ അതൊന്നും നമ്മൾ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ ഈ ഒരു നോട്ട് ബുക്ക് കോളേജ് സൈസ് നോട്ട് ബുക്കും അതുപോലെ ഒരു നോട്ട് പാഡും കൂടെ നമ്മൾ നിർമ്മിക്കുന്നുണ്ട്. അത് നമ്മളൊരു തുടക്കം എന്നുള്ള രീതിയിലാണ്. വരും വർഷങ്ങളിൽ നമ്മൾ വളരെ നല്ല രീതിയിൽ എല്ലാ ബുക്കുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളത് ചെയ്യും. അപ്പോൾ ഇവർ നമ്മുടെ സ്കൂളിൻ്റെ പ്രതിനിധികളും അതുപോലെ പഞ്ചായത്തിൻ്റെ ആളുകളാണ്. അപ്പോൾ ഇവരോട് ഈ സ്കൂളിൻ്റെ കാര്യങ്ങൾ, അതായത് നമ്മൾ ഈ ഒരു സംരംഭത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയും. അപ്പോൾ ഓരോരാളായിട്ട് പരിചയപ്പെടാം. മാഡത്തിനെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ. പേരെന്താ? എൻ്റെ പേര് സുനിത. നിങ്ങൾ? എൻ്റെ പേര് ഗോവിന്ദൻ, വൈസ് പ്രസിഡന്റ്, രാമന്തളി ഗ്രാമപഞ്ചായത്ത്. എൻ്റെ പേര് ഹരിപ്രസാദ്, ഞാൻ അസിസ്റ്റന്റ് സെക്രട്ടറിയാണ് രാമന്തളി ഗ്രാമപഞ്ചായത്ത്. എൻ്റെ പേര് ബിന്ദു, ഞാൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്കാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. എൻ്റെ പേര് കെ പി ദിനേശൻ, ഞാൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. അപ്പോൾ ഈ പ്രോജക്റ്റിനെ കുറിച്ചിട്ട് ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഇതിലേക്ക് വരുന്നത്? എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്ത് പഞ്ചായത്തിന്റെ ഒരു ഇടപെടലിനെ കുറിച്ചിട്ടൊക്കെ? അപ്പൊ ജില്ലാ പഞ്ചായത്തിന്റെ ജില്ലാ കുടുംബശ്രീന്റെ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഫണ്ട് അനുവദിച്ചത് ഏകദേശം 2 വർഷത്തിൽ കൂടുതൽ, അല്ലെ 2-3 വർഷത്തിൽ കൂടുതലായി നമുക്ക് ഫണ്ട് കിട്ടി. അപ്പോൾ അത് ഇതിന്റെ ഒരു പിന്നെ തയ്യാറാക്കാൻ വേണ്ടി പൈതതുകൊണ്ടാണ് ഇത്തിരി നീണ്ടുപോയത്. അപ്പോൾ ഇപ്പം ഇത് തുടങ്ങിയതിന് ശേഷമാണ് തുടങ്ങിയതിന് ശേഷവും ഇതിന്റെ ഒരു പ്രചരണം വന്നതിനോടുകൂടി ഇപ്പം എല്ലാം അറിഞ്ഞത് നല്ല രീതിയിലേക്ക് വീഡിയോ നല്ല രീതിയിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഓർഡറുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമുക്ക് ആദ്യം ഒരു ഉൾഭയം ഉണ്ടായിരുന്നു, ടീച്ചർക്ക് നമ്മുടെ പ്രിൻസിപ്പാളിനടക്കം ഒരു ഉൾഭയം ഉണ്ടായിരുന്നു, ഇത് ഒരു നല്ല രീതിയിൽ പോകുമോ. പക്ഷേ ഇപ്പം നല്ല ആശ്വാസത്തിലാണ് ഉള്ളത്. ഇപ്പം 2 പേരാണ് ഇപ്പം നമുക്കതിൽ ഇല്ലത് കിട്ടുന്ന കുട്ടികൾ, ബഡ്സ് സ്കൂളിലെ കുട്ടികളടക്കം തന്നെയാണ് ഈ നോട്ട് ബുക്ക് നിർമ്മിക്കാൻ വേണ്ടി രംഗത്തുള്ളത്. നല്ല രീതിയിൽ പിന്നെ പെർഫോമൻസ് ആണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പം ഓരോ ദിവസവും വിളിച്ച് പിന്നെ കിഷോറിനെ ആയാലും പ്രിൻസിപ്പാളിനായാലും അതുപോലെ മെമ്പർമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റീനെയൊക്കെ വിളിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നമുക്ക് ഇത്ര തരാൻ വേണ്ടി പറ്റുമോ നോട്ട് പുസ്തകം. അപ്പം അതിന് വേണ്ടുന്ന സജ്ജീകരണങ്ങൾ നമ്മൾ ഇന്നും അത് കൂടുതൽ ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് നമുക്കിതിന് പിന്നെ ബഡ്സ് സ്കൂളിലെ കുട്ടികൾക്കും അതിൻ്റെ പേരൻസിനും എന്തെങ്കിലും സാമ്പത്തിക സഹായം കൊടുക്കുന്നതിന് വേണ്ടിയില്ല ഒരു നല്ലൊരു ഇടപെടലിലേക്ക് വേണ്ടി പോകണമെന്നില്ല തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ രീതിയിലേക്ക് നമുക്കത് വളർത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടിയിട്ടില്ല എല്ലാ ഗ്രൗണ്ട് സപ്പോർട്ടും നമുക്ക് കിഷോറിൻ്റെ അടക്കം ഉണ്ട് എന്നില്ല തന്നെയാണ് പറയുന്നത്. ആ രീതിയിലേക്ക് മുമ്പോട്ട് പോകുന്നത് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ സാർ ഇതിന്റെ ഫണ്ടിങ് എങ്ങനെയാണ്, അതുപോലെ ഇത് കുട്ടികൾക്ക് എങ്ങനെയാണ് ഇതിന്റെ വിഹിതം കിട്ടുന്നത്, പ്രോഫിറ്റ് ഒക്കെ? അല്ല, ബഡ്സ് സ്കൂൾ എന്ന് പറഞ്ഞാൽ കേരളത്തിലെമ്പാടും ഉള്ള ഒരു ബഡ്സ് സ്കൂളിൻ്റെ സങ്കല്പം. അതിന് അനുയോജിച്ച രീതിയിലാണ് നമ്മുടെ രാമന്തളി ഗ്രാമപഞ്ചായത്തിൽ ഈ ബഡ്സ് സ്കൂൾ ആരംഭിച്ചത്. ഇതിന് അഹോരാത്രം പ്രവർത്തിച്ച കുറേ നമ്മുടെ മുൻഗാമികളുണ്ടായിരുന്നു, അവർക്കെല്ലാം നന്ദി പറയേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഇതിൻ്റെ സ്റ്റാഫ്, ടീച്ചേഴ്സ്, പ്രിൻസിപ്പാൾ, അതുപോലെ ഇവിടുത്തെ കുട്ടികൾ. അപ്പോൾ ഇതിൻ്റെ ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ജില്ലാ പഞ്ചായത്തിൻ്റെ കുടുംബശ്രീ ജില്ലാ മിഷൻ്റെ തുക ഉപയോഗിച്ചാണ് ഇപ്പോൾ ഇവിടെ റീഹാബിലിറ്റേഷൻ സെൻറ്റർ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിലാണ് ഇപ്പോൾ ഒരു നോട്ട് ബുക്കിൻ്റെ യൂണിറ്റ് ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ വൈസ് ചെയർമാൻ പറഞ്ഞതുപോലെ അതിപ്പോൾ ആദ്യമൊക്കെയുള്ള ആശയങ്ങൾ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ നല്ല രീതിയിൽ അത് പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ റീഹാബിലിറ്റേഷൻ എന്നുള്ളത് അതിൻ്റെ ശരിയായ യഥാർത്ഥ അന്തസ്സത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പൂർണ്ണമായിട്ടും ഇതിലെ കുട്ടികൾക്ക് തന്നെ ഇതിൻ്റെ പ്രയോജനം മുഴുവൻ ലഭിക്കുന്ന രീതിയിലാണ് ഇത് നടപ്പിലാക്കുന്നത്. ഇത് ബഡ്സ് സ്കൂളിൻ്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ടും ബഡ്സ് സ്കൂളിലെ കുട്ടികളുടെ അവരുടെ രക്ഷിതാക്കളുടെയും ഒക്കെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? നമ്മൾ ഈ ഇങ്ങനെ ഒരു ബഡ്സ് സ്കൂൾ തുടങ്ങണമെന്നുള്ള ഒരു ആഗ്രഹം നമുക്ക് പഞ്ചായത്ത് ഭരണസമിതിക്ക് വരികയും അതിൽ നമ്മൾ അംഗൻവാടി ടീച്ചർമാരെ അടക്കം വെച്ചുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിലെ 15 വാർഡിൽ ഒരു സർവേ നടത്തി അതിൽ നിന്നാണ് ഈ കുട്ടികളെ കണ്ടെത്തുന്നത്. അപ്പം അങ്ങനെ ഈ സ്ഥലം 20 സെന്റ് സ്ഥലം സൗജന്യമായിട്ടാണ് നമുക്ക് KP ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു സുഹൃത്താണ് ഇത് പിന്നെ ബഡ്സ് സ്കൂൾ തുടങ്ങാനിടയിൽ നമുക്ക് നിൽക്കുന്ന സ്ഥലം അനുവദിച്ച് തന്നത്. രണ്ടാമതായിട്ട് വികസനത്തിനായി വേണ്ടി വീണ്ടും ഒരു 9 സെന്റ് സ്ഥലം ഇപ്പം നമുക്ക് തന്നിട്ടുണ്ട്. അതിന് അനുബന്ധമായി തന്നെയാണ് നമുക്ക് ബിൽഡിംഗ് അനുവദിച്ചു തന്നത്. പിന്നെ നമ്മുടെ MBA ഫണ്ട് 30 ലക്ഷം, പഞ്ചായത്ത് ഫണ്ട്, ജില്ലാ പഞ്ചായത്ത് ഫണ്ട്, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ട്, ഇതൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ കെട്ടിടം ഇപ്പം ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ കുടുംബശ്രീ ജില്ലാ മിഷനാണ് ഇപ്പം നോട്ട് ബുക്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഫണ്ട് അനുവദിക്കും. നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് വെച്ചുകൊണ്ടാണ് ഫണ്ട് തുടങ്ങി അതിൻ്റെ ബിൽഡിംഗ് എടുത്ത് ഇനിയും കുറച്ചുകൂടി വികസനം ഇതിന് കുറച്ച് ഇപ്പോൾ വിപുലീകരിക്കണം എന്നുള്ള ആഗ്രഹം ഞങ്ങൾ സംബന്ധിച്ചിടത്തോളം ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഫണ്ട് കൂടി തരാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് പറയാം.
ഒരു ചെയർമാൻ ദിനേശൻ സാർ ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയും. രാമന്തളി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിലെ ജനങ്ങൾ നെഞ്ചേറ്റിയ ഒരു സ്കൂളാണ് പ്രതീക്ഷ ബഡ്സ് സ്കൂൾ. ഇപ്പോൾ ഈ നോട്ട് ബുക്ക് നിർമ്മാണം രക്ഷിതാക്കളും കുട്ടികളും കൂടിയാണ് നടത്തുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ലാഭനഷ്ടത്തിന്റെ കണക്കല്ല, കുട്ടികൾക്കും കുട്ടികളുടെ രക്ഷിതാക്കൾക്കും ഒരു വരുമാനമായി കിട്ടാനുള്ള പ്രോത്സാഹനം കൂടിയാണ് ഈ നോട്ട് ബുക്ക് നിർമ്മാണം. നമ്മൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ഇപ്പം കഴിഞ്ഞ ഒരു മാസമായി വിപുലമായ ക്യാമ്പയിൻ നടത്തിയതിന്റെ ഭാഗമായി നമുക്ക് പ്രതീക്ഷിച്ചതിലും കൂടുതൽ ഓർഡറുകളാണ് വന്നിരിക്കുന്നത്. നമ്മൾ എന്നും ഇത് വിപുലീകരിക്കും. പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ല രീതിയിൽ കൈയഴിച്ച് സഹായിച്ച് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ആഗ്രഹമാണ് ഉള്ളത്. അതിന് ഭരണസമിതി പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കും. അപ്പോൾ ഇത് എറണാകുളത്ത് നിന്ന് ബുക്ക് വാങ്ങാൻ വന്ന 2 പേരാണ്. അപ്പോൾ അവരെ കുറിച്ചിട്ട് അവർ പറയുമ്പോൾ നിങ്ങൾ എന്താണ്, എവിടെ നിന്നാണ് വരുന്നത്, പേരൊക്കെ ഒന്ന് പറഞ്ഞു. എൻ്റെ പേര് ജിതിൻ എന്നാണ്. ഞങ്ങൾ ന്യൂട്ടൺസ് എഡ്യൂടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. ഞങ്ങളൊരു എഡ്യൂക്കേഷണൽ ഫേമാണ്. അവിടെ ഞങ്ങൾ 8 മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് ഞങ്ങൾ ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അത് സ്റ്റേറ്റിലും CBSE. അപ്പോൾ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിലാണ് സാർ ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങൾ ഒരു വീഡിയോ കാണുകയുണ്ടായി. വീഡിയോ കണ്ടല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തന്നെ കുട്ടികൾ ഇങ്ങനെ ഷെയർ ചെയ്തു തന്നു. ട്രെൻഡായല്ലോ അറിയില്ലേ? അപ്പോൾ ഷെയർ ചെയ്ത് തന്നപ്പോൾ നമ്മളത് നോക്കിയപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് നമ്മളുടെ പേജിലേക്കൊക്കെ അയച്ചു തന്നു. അപ്പോൾ നമ്മൾ ഈ വർഷം ഒരു അധ്യയന വർഷം സ്റ്റാർട്ട് ചെയ്യല്ലേ, ഒന്ന് വന്നു കളയാം. അപ്പൊ അവര് എറണാകുളത്ത് നിന്ന് നിങ്ങൾ വണ്ടി എടുത്ത് നോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ്. എറണാകുളത്ത് നിന്ന് ഇന്നലെ പുറപ്പെട്ടു, ഇന്നലെ രാത്രി പുറപ്പെട്ടാണ് നമ്മളിവിടെ പയ്യന്നൂർ സ്റ്റേ ചെയ്തു. നോട്ടുകളാണ് നിങ്ങൾ എടുക്കുന്നത്? അതുപോലെ നമ്മൾ ഏകദേശം ഒരു 500 നോട്ട്ബുക്കുകൾ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അത് വണ്ടിയിൽ അത് കൊള്ളുന്നുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുപോകും. പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ ഇനിയും തീർച്ചയായിട്ടും. മാഡം, അപ്പോൾ ഈ ബുക്സ് എങ്ങനെയാണ് ആളുകൾക്ക് കൊടുക്കുന്നത്? കൊറിയർ അയക്കുന്നുണ്ടോ? ഇപ്പൊ കൂടുതലെന്ന് പറഞ്ഞാല് ഇവിടെ അടുത്തുനിന്നുള്ളവര്, പിന്നെ അതുപോലെ പയ്യന്നൂര്, കാഞ്ഞങ്ങാട് ഭാഗം, തളിപ്പറമ്പ് ആ ഭാഗത്തുള്ളവരെല്ലാം വന്ന് വാങ്ങിക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളവർക്ക് കൊറിയർ എങ്ങനെയാണ് കൊറിയർ പിന്നെ ചാർജ് വരുന്നത്? അതായത് എത്ര ബുക്കിനാണ് കൊറിയർ ചാർജ് വരുന്നത്? 10 ഇപ്പൊ ഒരാൾ വാങ്ങിക്കുമ്പോൾ 10 നോട്ട് ബുക്ക് മിനിമം വാങ്ങിക്കണം എന്നാണ് പറയുന്നത്. കാരണം 10 നോട്ട് ബുക്കിന് 75 രൂപയാണ് കൊറിയർ ചാർജ് വരുന്നത്. അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. മിനിമം 10 നോട്ട് ബുക്ക് കൊറിയർ ചാർജ് എടുക്കും. അപ്പൊ പിന്നെ മാഡത്തിന്റെ നമ്പറിൽ വിളിച്ചാൽ മതിയല്ലോ? മതി. എന്റെ നമ്പറിൽ വിളിക്കാം, അല്ലെങ്കിൽ വാട്സപ്പ്, അത് സെയിം വാട്സപ്പ് നമ്പറാണ്. അതിൽ മെസ്സേജ് ഇട്ടാല് കൃത്യമായിട്ട് റിപ്ലൈ. ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പം ആളുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർ പിന്നെ കോണ്ടാക്ട് ചെയ്യും. അപ്പൊ മാഡം തന്നെയാണ് ഇത് മാനേജ് ചെയ്യുന്നത് ഈ കോളൊക്കെ? കോളൊക്കെ മാനേജ് ചെയ്യുന്നത് ഞാൻ വന്നതിൽ ഒരുപാട് കോള് വന്നത്. അതെ മാനേജ് ചെയ്ത്. പിന്നെ നല്ലൊരു സ്റ്റാഫ്, നല്ലൊരു ടീമാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഞാനൊരു കൃത്യമായിട്ട് ഒരു ഡ്യൂട്ടി കൊടുത്താൽ അവര് കൃത്യമായിട്ട് അത് ചെയ്യുന്നതുകൊണ്ട് അത് ഇത്രയും സ്മൂത്ത് ആയിട്ട് ഇത് മുന്നോട്ട് പോകുന്നത്. അല്ല, ഇപ്പൊ ഈ കോളുകൾ മാനേജ് ചെയ്യാൻ വേണ്ടി ഇനി എന്തെങ്കിലും സെറ്റപ്പ് കൂടി ആക്കേണ്ടി വരും അല്ലേ? ഉറപ്പായിട്ടും. കാരണം എന്താ പറയുക, കോള് ഇപ്പൊ ഇന്ന് രാവിലെ 7 മണിയല്ല 6 മണി 6:30 ആകുമ്പോ തുടങ്ങിയത് കോളാ. അപ്പൊ ഒറ്റ ഇരുത്തായിരുന്നു 12:45 വരെ. കാരണം അത്രയും കോളുകളും അത്രയും മെസ്സേജുകളും ഇതിനുള്ള റിപ്ലൈ കാര്യങ്ങള്, അത് ഇത്രയും ബിസിയാണെങ്കിൽ പോലും അതിൽ ഒരുപാട് സന്തോഷം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അതിനായിട്ട് ഒരാളെ സ്റ്റാഫായിട്ട് വെക്കേണ്ടി വരും. അതാണ് അത്രയും ഇത് ഓർഡേഴ്സ് നമുക്ക് വരുന്നുണ്ട്. ഇനി എന്തെങ്കിലും വിപുലീകരിക്കാൻ എങ്ങനെയാണ് ഇത് ഇപ്പൊ നമുക്കിപ്പോ ഈ ബാക്കിലെ സ്ഥലം കൂടി തന്നിട്ടുണ്ട്. നമ്മളിപ്പോ ഈ ഒരു സ്ഥലം ഇവിടെ KP ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ലയൺസ് ക്ലബിന്റെ ഒരു അംഗത്തിന്റെ വകയാണ് ഈ സ്ഥലം നമുക്ക് സ്പോൺസർ ചെയ്തത്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ജില്ലാ കലോത്സവത്തില് ഫസ്റ്റ് ചാമ്പ്യൻഷിപ്പ് നമ്മുടെ സ്കൂളിനാണ്. അപ്പൊ അതിന്റെ സന്തോഷ സൂചകമായിട്ട് ഇതിന്റെ ബാക്കിൽ ഒരു 10 സെന്റ് ഉണ്ട്. അപ്പൊ ആ 10 സെന്റും കൂടെ നമ്മുടെ സ്കൂളിനായിട്ട് എഴുതി തന്നിട്ടുണ്ട് അവര്. അപ്പൊ അവിടെ നല്ലൊരു ബിൽഡിംഗ് എടുക്കണം. അത് നമ്മുടെ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ഫണ്ട് ഉണ്ട്. അപ്പൊ ഈ വർഷം നമ്മൾ നല്ലൊരു ബിൽഡിംഗ് എടുക്കും. എന്നിട്ട് കൂടുതൽ കുട്ടികൾക്ക് ഈ പേപ്പറുമായിട്ട് ബന്ധപ്പെട്ട പേപ്പർ, പേന, അതുപോലെ കവറ്, അങ്ങനെ ഒരുപാട് 2-3 യൂണിറ്റുകളായിട്ട് നല്ല രീതിയിൽ ഒരു തൊഴിൽ എന്നുള്ള രീതിയിലേക്ക് ഈ 18 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്കെല്ലാം അങ്ങനെ ചെയ്യണം എന്നാണ് നമ്മുടെ മനസ്സിലുള്ള ഒരു ഇത്. അതുപോലെ തന്നെ ഇവിടെ നമ്മള് പിന്നെ ബാംഗ്ലൂര് അംബ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 10 കുട്ടികൾക്ക് കമ്പ്യൂട്ടർ പരിശീലനം കൊടുക്കുന്നുണ്ട്. വളരെ നമ്മളെല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അത്രയും നല്ല രീതിയിലാണ് കുട്ടികൾ കമ്പ്യൂട്ടർ മാനേജ് ചെയ്യുന്നത്. അപ്പൊ അവരൊക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട്. ഭാവിയിൽ അവർക്കൊക്കെ ഒരു വരുമാനം കിട്ടുന്ന രീതിയിലേക്ക് തന്നെ അത് പോകും. എന്തായാലും ഫ്യൂച്ചർ പ്രൊജക്ട് ഒക്കെ നല്ല രീതിയിൽ പോകട്ടെ. നമ്മളെ ഈ ഒരു സംരംഭം എന്റെ നാട്ടിലാണ്, എന്റെ വീടിന്റെ അടുത്താണ്. ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. അത് മാത്രമേ ഇത് ഡിലേ ഉണ്ടായത്. അപ്പൊ എന്തായാലും അറിഞ്ഞപ്പോൾ വീഡിയോ ചെയ്യണമെന്ന് തോന്നി. എന്തായാലും വിജയാശംസകൾ. താങ്ക് യു. താങ്ക്സ്.